നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഇടയ്ക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൊരു സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റാണ്. മുഹമ്മദ് അദനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ കാറിൽ ഇതുപോലെയായിരുന്നു, പക്ഷേ നിർത്തിയിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. മാരുതി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് ഫോർത്ത് സർവീസ് കറക്റ്റ് ആവാകൊണ്ടായിരുന്നു എന്ന്. പുറത്ത് കാണിച്ചപ്പോൾ കാർ ഓടിക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് വന്നതാണെന്നും. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ, അത് ഞാൻ പിന്നെ എടുത്ത് പറയുന്ന, ബാക്കിയുള്ളവർക്ക് ഇനി ഇതുപോലെ സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനം ഏതാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കുക. രണ്ടാമത്തെ കാര്യം, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുള്ള വ്യക്തമാക്കുക. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ക്ലച്ച് റിലേറ്റഡ് ആയിട്ട് വല്ല സർവീസ് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും എനിക്കറിയത്തില്ല. ഫോർത്ത് സർവീസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാനിപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞൊരു രീതി വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയണം. അതായത് പ്രത്യേകിച്ച് നമ്മൾ റിവേഴ്സ് ഗിയറൊക്കെ ഇടുന്ന സമയത്ത് പല്ലൊരഞ്ഞാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ പ്ലേ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് കുറവായിരിക്കും. അതായത് ക്ലച്ച് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ പുറത്ത് കാല് വെക്കുന്ന ഒരു രീതി കൂടുതലായിരിക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ചിൻ്റെ ലൈഫ് കുറയുന്നതായിരിക്കും. അങ്ങനെ ക്ലച്ചിന് പ്ലേ ഇല്ലാതെ വന്ന് നമ്മളൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫ്ലൈ വീൽ, അതാണ് ഏറ്റവും ആപ്റ്റായിട്ട് പറയാൻ പറ്റുന്നത്, ഫ്ലൈ വീലും ക്ലച്ചും തമ്മിൽ ഡിസെൻഗേജ് ആകുന്ന സമയത്ത് ഇത് കറങ്ങാതെ, അതായത് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആകാതെ വരുമ്പോൾ ഗിയർ വീഴത്തില്ല. അന്നേരം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ക്ലച്ചിൻ്റെ പ്ലേ സെറ്റ് ചെയ്യുക. ക്ലച്ചിൻ്റെ പ്ലേ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഏതാ വാഹനമെന്ന് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ക്ലച്ചിൻ്റെ പ്ലേ നമുക്ക് ഉറപ്പായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലച്ചിൻ്റെ പ്ലേ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ക്ലച്ച് പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനിയെങ്കിലും എന്താണ് ആ കംപ്ലയിൻ്റ് എന്നുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനൊന്നും വ്യക്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്തൊരു കമൻസിൽ ഈ പറയുന്ന പോലെ എന്താണ് ശരിക്കും അതിനകത്തുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏത് വാഹനമാണ്, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്, എന്താണ് ശരിക്കും ഫേസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൂടെ ഒന്ന് ജസ്റ്റ് വ്യക്തമാക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.